സംസ്ഥാനത്ത് അരിവില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അരി കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വർദ്ധിച്ചത്. ഓണം അടുക്കുന്നതോടെ വിലയിൽ ഇനിയും വർധനവുണ്ടായേക്കുമെന്നാണ് സൂചന. മട്ട അരി കിലോയ്ക്ക് 50 രൂപയായിരുന്നത് 56 രൂപയായി. സുരേഖ 49 രൂപയായിരുന്നത് 51 രൂപയായും ജയ അരി കിലോയ്ക്ക് 47 രൂപയായും വർദ്ധിച്ചു. പൊന്നി അരി കിലോയ്ക്ക് 40 രൂപയായി. ബിരിയാണി അരിക്ക് 8 മുതൽ 10 രൂപ വരെയും കൂടിയിട്ടുണ്ട്. പൊതുവിപണിയിൽ അരിവില ഉയരുന്നത് സാധാരണക്കാരുടെ അടുക്കള ബജറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമായും ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് മട്ട, ജയ, പൊന്നി അരി എത്തുന്നത്. അരിവരവ് കുറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ മഴക്കുറവ് മൂലമുള്ള ഉൽപ്പാദനക്കുറവും ചരക്ക് കൂലി വർധനയുമെല്ലാമാണ് വില വർധനയ്ക്ക് കാരണമായത്. അതേസമയം ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം സംവിധാനം വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള അരി സ്വകാര്യ മൊത്ത വ്യാപാരികൾക്കും സപ്ലൈകോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾക്കും ലഭ്യമാക്കാനുള്ള ഈ ലേലത്തിന് ഇനിയും കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിന്റെ പൊതുനയം തയ്യാറായെങ്കിലും നിർദ്ദേശങ്ങളോ നടപടികളോ സംസ്ഥാനങ്ങൾക്കോ FCI മേഖലാ ഓഫീസുകൾക്കോ കൈമാറാത്തതും വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. മുൻ വർഷങ്ങളെപ്പോലെ അരി കയറ്റുമതിക്കുള്ള തീരുവ കൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ വില നിയന്ത്രിക്കാനാകുമെന്നാണ് വിപണിയിലെ ചർച്ചകൾ. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.